ആ ഒരു ഡെഞ്ചർ, ഇപ്പോൾ 2 പല്ല് വെപ്പ് പല്ല് വിത്ത് അതിൻ്റെ ക്ലിപ്പ്, അതിൻ്റെ സൈഡിലൊരു മെറ്റൽ ഹുക്കും ഉണ്ട്. ആ ഹുക്ക് അന്നനാളത്തിൽ കൊളുത്തിപ്പോയത് കൊണ്ടാണ് അത് അവിടെ കുടുങ്ങിയിരുന്നത്. ഇപ്പോൾ ആകപ്പാടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നെഞ്ച് തുറന്ന് നെഞ്ചിനകത്ത് അന്നനാളത്തിൽ വരെ പോയി അന്നനാളത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് പുറത്തെടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ സാധാരണ 2 ലങ്സാണ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ 2 ലങ്സിലല്ല അനസ്തീഷ്യ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ലങ്സ് ചുരുക്കി വെച്ചിട്ട് മറ്റേ ലങ്സിൽ മാത്രമാണ് അനസ്തീഷ്യ, സിംഗിൾ ലങ് വെന്റിലേഷൻ എന്ന് പറയും. നമസ്കാരം, ഞാൻ ഡോക്ടർ അനുഷ് മോഹൻ, കൺസൾട്ടൻറ്റ് ഗാസ്ട്രോ സർജൻ, മോഹൻ സ്കിൻ ആൻഡ് ഗാസ്ട്രോ കെയർ. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രൊഫഷനിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മേജർ, വളരെയധികം പോപ്പുലറായിട്ട്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പറയാം ഉള്ള ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റൽ ശാസ്തമംഗലം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യൻ്റ് വരികയുണ്ടായി. അപ്പോൾ ആ പേഷ്യൻ്റ് ഒരു 71 വയസ്സുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ വന്നത് അമ്മയുടെ വായ്ക്കകത്ത് വെക്കുന്നൊരു ഡെഞ്ചർ എന്ന് പറയുക, ഒരു വെപ്പ് പല്ല് അവർ അറിയാതെ വിഴുങ്ങിപ്പോയി. അങ്ങനെ വിഴുങ്ങി അതൊരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും അത് പിന്നെ വിഴുങ്ങി അത് അന്നനാളത്തിൻ്റെ ഒരു പോയിന്റിൽ അത് കയറി അങ്ങ് സ്റ്റക്കായിപ്പോയി. ഇതാണ് അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുമായിട്ട് അത് അമ്മ 3 ഹോസ്പിറ്റൽസിൽ പോയി. ആദ്യം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി, അത് കഴിഞ്ഞിട്ട് 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പോയി. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോഴത്തേക്കും അവർക്ക് അത് റിമൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കുറവാണെന്നും അത് എൻഡോസ്കോപ്പി വഴി എടുക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു അഭാവത്തിൽ അവർക്കത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ ആദ്യം ഒരു മെഡിക്കൽ ഗാസ്ട്രോ ഡോക്ടറിനെ കാണിച്ചു. അദ്ദേഹം അത് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് എൻഡോസ്കോപ്പി ഇട്ടു. എൻഡോസ്കോപ്പി ചെയ്ത് അത് അന്നനാളത്തിൽ നിന്ന് നെഞ്ചിൻ്റെ നടുഭാഗത്തായിരുന്നു അത് സ്റ്റക്കായിരുന്നത്. അപ്പോൾ അത് അന്നനാളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കൊളുത്തിട്ട് അതിനൊന്ന് ലൂപ്പിട്ടൊന്ന് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും സ്റ്റക്കായി ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും അത് ലൂപ്പിട്ട് പോയി. പിന്നെ നമ്മളത് എൻഡോസ്കോപ്പി ചെയ്ത് അത് എടുക്കാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്കൊരു കോൾ വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ കൊണ്ടുപോയി CT സ്കാൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന പടത്തിൽ കാണും പോലെ ആ ഒരു ഡെഞ്ചർ, ഇപ്പോൾ 2 പല്ല് വെപ്പ് പല്ല് വിത്ത് അതിൻ്റെ ക്ലിപ്പ്, അതിൻ്റെ സൈഡിലൊരു മെറ്റൽ ഹുക്കും ഉണ്ട്. ആ ഹുക്ക് അന്നനാളത്തിൽ കൊളുത്തിപ്പോയത് കൊണ്ടാണ് അത് അവിടെ കുടുങ്ങിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റില്ല. എടുക്കുവാണെങ്കിൽ ആ കമ്പി നീളത്തിൽ അന്നനാളം മുഴുവനായിട്ട് കീറിപ്പോകുന്നത്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് അത് എടുക്കാൻ ഒരു ശ്രമം നടത്താത്തത്. കാരണം എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ആ CT സ്കാൻ ചെയ്തു, അത് കൺഫേം ചെയ്തു. CT സ്കാനിലൊരു 3D റീകൺസ്ട്രക്ഷൻ ഇമേജാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ആകപ്പാടുള്ള ഓപ്ഷൻ, ഇത് എന്തായാലും റിമൂവ് ചെയ്യണമല്ലോ. ഇപ്പോൾ ആകപ്പാടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നെഞ്ച് തുറന്ന് നെഞ്ചിനകത്ത് അന്നനാളത്തിൽ വരെ പോയി അന്നനാളത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് പുറത്തെടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ സർജറിയും ചെയ്യാം, കീ ഹോൾ സർജറിയും ചെയ്യാം. ഓപ്പൺ സർജറി ആകുമ്പം നെഞ്ചിൻ്റെ പകുതി കൂടുതൽ നമ്മൾ ഈ ബാക്ക് സൈഡ് മുഴുവനായിട്ടും ഫ്രണ്ട് സൈഡ് മുഴുവനായിട്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു തീർത്തും നല്ല രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേഷനായി അത് മാറും. അപ്പം ഞങ്ങളൊരു ഓപ്ഷൻ അമ്മയ്ക്ക് കൊടുത്തത് ഒരു എൻഡോസ്കോപ്പി, അതായത് തൊറാക്കോസ്കോപ്പി പ്രൊസീജിയറിലൂടെ അതങ്ങ് റിമൂവ് ചെയ്യാമെന്നാണ്. തൊറാക്കോസ്കോപ്പി എന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ അകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ, ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അതിൽ കൂടെ ക്യാമറ കടത്തി അതിൽ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തി ഒരു പ്രൊസീജിയർ ചെയ്യുന്നതാണ് തൊറാക്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ തൊറാക്കോസ്കോപ്പിയിലൂടെ നമ്മൾ ലങ്സിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി അന്നനാളത്തിൻ്റെ ഒരു ആവരണമുണ്ട്, അതിനെ പ്ലൂറ ഓപ്പൺ ചെയ്ത് അന്നനാളം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അന്നനാളം ഓപ്പൺ ചെയ്ത് ഈ പല്ലെടുക്കേണ്ടത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു പ്രൊസീജിയർ തന്നെയായിരുന്നു. പക്ഷേ നമ്മളത്
ചെയ്യാമെന്നും അമ്മയുടെ പ്രായം 71 വയസ്സുള്ളത് കൊണ്ടും മറ്റ് അസുഖങ്ങളുള്ളത് കൊണ്ടും അതിൻ്റേതായ റിസ്കുകൾ ഉണ്ടെന്നും പിന്നെ അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അന്നനാളം തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നനാളം നമ്മൾ തുന്നി വെച്ചാലും പിന്നെ അന്നനാളത്തിൽ നിന്ന് ലീക്ക് വരാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല എന്നും പൂർണ്ണമായിട്ടും കൂടെ ഉള്ളവരെ ബൈസ്റ്റാൻഡേഴ്സിനെ വിളിച്ചിരുത്തി ഡീറ്റെയിൽ ആയിട്ട് കൗൺസിൽ ചെയ്തു. അവർക്കും ഈ പറഞ്ഞതുപോലെ അവർക്കും നമ്മൾക്കൊപ്പം പൂർണ്ണ സപ്പോർട്ട് തന്നതുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. ഇത്രയും കൗൺസിൽ ചെയ്തപ്പോൾ അവർക്കും പറയുമ്പോൾ നമുക്കത് എടുക്കാതെ വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളൊരു ഓപ്ഷൻ എന്തായാലും അവർക്ക് മുമ്പിലും ഇല്ലായിരുന്നു. അപ്പോൾ ആ റിസ്ക് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ അവരെ സർജറിക്ക് എടുക്കുകയുണ്ടായി. സർജറിക്ക് എടുത്തപ്പം ആദ്യം അനസ്തീഷ്യ കൊടുത്തു. ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ സാധാരണ 2 ലങ്സാണ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ 2 ലങ്സിലല്ല അനസ്തീഷ്യ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ലങ്സും ചുരുക്കി വെച്ചിട്ട് മറ്റേ ലങ്സിൽ മാത്രമാണ് അനസ്തീഷ്യ. സിംഗിൾ ലങ് വെന്റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഡബിൾ ല്യൂമൻ ട്യൂബ് ഇട്ടിട്ട് സിംഗിൾ ലങ് വെന്റിലേഷൻ ചെയ്തപ്പോഴാണ് നമുക്കത് പ്രോപ്പറായിട്ട് ആ ഭാഗത്ത്, അതായത് വലതുവശത്തെ നെഞ്ച് ഭാഗത്ത് നമുക്ക് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുകയും അതിനകത്ത് പിന്നെ നമ്മൾ ക്യാമറ കടത്തി ഒരു വളരെ സങ്കീർണമായിട്ടൊരു ഓപ്പറേഷനിലൂടെ നമ്മൾ എൻഡോസ്കോപ്പിയിൽ കിട്ടാത്ത ആ ഒരു പല്ലിനെ നമ്മൾ തൊറാക്കോസ്കോപ്പി ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഈസോഫേഗസ് അഥവാ അന്നനാളത്തിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ ഈസോഫേഗസ് സേഫായിട്ട് കീ ഹോളിൽ തന്നെ ഒരു 2 ലെയറിൽ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഭാഗ്യവശാൽ അമ്മയ്ക്ക് വേറെ അന്നനാളത്തിൽ നിന്ന് ലീക്കൊന്നും ഉണ്ടായില്ല. അത് നല്ല രീതിയിൽ ഹീൽ ചെയ്തു. സർജറി കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ആഹാരം ലിക്വിഡായിട്ട് കൊടുത്തു തുടങ്ങി. ഒരു 3-ാം ദിവസം തൊട്ട് തന്നെ സാധാരണ ഫുഡെല്ലാം കഴിച്ചു തുടങ്ങി. ലങ്സ് എല്ലാം സുഖമായിട്ട് നല്ല രീതിയിൽ അത് ഇൻഫ്ലേറ്റായി വന്നു. വേറെ ന്യൂമോണിയ പോലത്തെ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോയില്ല. ലീക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അമ്മ വളരെയധികം റിക്കവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്തു. നെഞ്ചിലെ ട്യൂബും എല്ലാം എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഒരു 3-4 വട്ടം റിവ്യൂവിന് വന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല. കീ ഹോൾ സർജറി ആയതുകൊണ്ട് തന്നെ പെയിൻ തീരെ ഇല്ലായിരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് ഒരു നല്ലൊരു ലൈഫ് അമ്മയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു സർജറിയുടെ കോംപ്ലക്സ് നേച്ചറെല്ലാം വെച്ചിട്ട് പല ന്യൂസ് പേപ്പറിൽ അത് വരികയുണ്ടായി. എന്തായാലും അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കും. പിന്നെ അത് റിക്കവർ ചെയ്ത് പോയപ്പോൾ അവർക്കുണ്ടായ ഒരു ആശ്വാസവും വളരെയധികം നമുക്ക് ഒരു തൃപ്തിയും സന്തോഷവും തരുന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ലൈഫിലുണ്ടായ വളരെ മറക്കാനാവാത്തൊരു സംഭവമായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. പിന്നെ ഇതിലൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്നെങ്കിലും ഡെൻച്ചേഴ്സും വെപ്പ് പല്ലും ഇല്ലാത്ത വെപ്പ് പല്ലും ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അത് ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഡെൻറ്റിസ്റ്റിനെ പോയി അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുകയൊക്കെ അനിവാര്യമാണ്. കാരണം ഇത് രാത്രി നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ പോലും നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ ചിലപ്പം അതുപോലെ ഉണ്ടാക്കിയെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പോലും അത് ഇറങ്ങിപ്പോകാനോ നമ്മൾ അറിയാതെ അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൂസ് ഡെൻച്ചേഴ്സിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പ് എല്ലാം കറക്റ്റായിട്ട് വെക്കണം. ശരി, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.